രാജാവിന്റെ ഹിതം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും രക്ഷിക്കപ്പെടട്ടെ. മരണം സംഭവിച്ചാലും കുടുംബക്കാർ തള്ളിക്കളഞ്ഞാലും എന്റെ ഫ്യൂച്ചർ ഇല്ലാതായാലും എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ. അവളെ നോക്കി ദൈവം വിളിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കുന്നു. അവളെയാണ് ലോകം ഏറ്റവും ബഹുമാനിക്കുന്നത്. ആണോ ഇല്ലയോ? ആണോ ഇല്ലയോ? ഞാൻ ചോദിക്കട്ടെ, അസാധ്യം സാധ്യമാകുന്ന ആദ്യത്തെ പടി എളുപ്പത്തിൽ ഞാൻ പറയട്ടെ, ഇതാണ്. എന്തോ അസാധ്യങ്ങൾ സാധ്യമാകണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, കർത്താവിന്റെ ഹിതം എന്ന് വലിയ രാജാവ്. ഹിസ്റ്റോറിക്കലായി നമ്മൾ പഠിച്ചാൽ ഏറ്റവും വലിയ രാജാവ് ചക്രവർത്തി 143 സങ്കീർത്തനത്തിൽ 10 വാക്യത്തിൽ പ്രകാരം പ്രാർത്ഥിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ എന്നെ പഠിപ്പിക്കണം. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ എന്നെ പഠിപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് എനിക്കൊരു ചോദ്യമുണ്ട്. എല്ലാവരും നോക്കി, നിങ്ങളുടെ ഉള്ളിൽ യേശു ജനിക്കുവാൻ ഇടം കൊടുത്തിട്ടുണ്ടോ? നേരിയ പോലെ യേശുവിന്റെ ഇഷ്ടത്തിനായി നിങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ അസാധ്യങ്ങൾ സാധ്യമാണ്. ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ചില മഹാവലി അനുഭവങ്ങൾ നിന്നെ കൊണ്ട് നിന്നിൽ കൂടി ഈ ലോകത്തെ ദൈവം ചെയ്തത്. ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് സാർ പറഞ്ഞതോ രണ്ടാമത്തെ പറഞ്ഞതോ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച മാനന്തവാടി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ജനിച്ച മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡിസ്ട്രിക്ട് കൽപ്പറ്റ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട്, ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മാനന്തവാടി വന്നത്. മാനന്തവാടി ഹോസ്പിറ്റലിലെ അവരുടെ പീഡിയാട്രിക് വാർഡിലെ ചീഫ് പറഞ്ഞു, ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് ഇത് മോൻ മരിച്ചു. മെഡിസിൻ അറിയാവുന്നവരുടെ താല്പര്യം ബലിരൂപിന്റെ കവർ വെരി ഹൈ ആണ്. പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബികൾ ഇത്രയും വെരി ഹൈ ആയിട്ട് ഉണ്ടാകാൻ സാധിക്കും. എബൌട്ട് 80% ആകുമ്പോൾ തന്നെ ബ്രെയിൻ ഡാമേജ് ആകും. ബ്രെയിൻ ഡാമേജ് ആകുന്ന ആദ്യത്തെ സിംറ്റംസാണ് ഫിക്സ് വരുന്നത്, കണ്ണ് രണ്ട് മുകളിൽ പോകുന്നത്, ശരീരത്തിൽ ഉണർവ് ഇല്ലാതെ പോകുന്നത്. ഞാൻ മെഡിസിൻ പഠിച്ചില്ല, അനുഭവത്തിൽ കൂടി പോയതുകൊണ്ട് ഞാൻ ഇത് മണിക്കൂറുകൾക്കുള്ളിൽ എന്റെ മകൻ മരിച്ചു പോകുന്നത് ഞങ്ങളെ വിളിച്ചത് വിശ്വസ്തനായിരുന്നു. എല്ലാവരും തകർന്നുപോയി. വയറ്റിൽ കുഞ്ഞ് ഉണ്ടായിട്ട് ഇവൻ ആൺപൈതലാണ് എല്ലാവരും സ്കാൻ ചെയ്തത്. അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ആൺപൈതലാണ്. അവരെ ഞങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ എത്രയോ ആക്കുവാനല്ലായിരുന്നു. ഇന്ത്യയിലൊരു അപ്പോസ്തലനായിട്ട് ആക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. കാരണം എന്നെ വിളിച്ച് വേണ്ടത് എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ ഈ ലോകത്തിൽ അറിയാതെ അവനും എന്നെ പോലെ വചനമെടുത്ത് എഴുതുന്ന ആഗ്രഹം കൊണ്ട് ഞങ്ങൾ സമർപ്പിച്ചു. എന്നാൽ ആ സമർപ്പണത്തിൽ നേരിട്ടുള്ളതുമായി മെഡിസിൻ ലോ സാഹചര്യങ്ങളും എതിരായില്ല. ഇത് 11 വയസ്സിൽ അവർക്ക് മൗനമായി സാധിക്കും. അതേപോലെ ചിന്തിക്കുന്നുണ്ട്. എന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ അനുഭവം എന്ത് തന്നെയാണെങ്കിലും, എന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ പറയട്ടെ, നാം ആരാധിക്കുന്ന ദൈവം അസാധ്യങ്ങളെ എന്നോടൊപ്പം രാത്രി എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ആയിരുന്നു വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഇത് രാത്രി അത്ഭുതം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കും. ഒരു ലക്ഷ്യമില്ലാത്ത കാര്യങ്ങൾ എല്ലാവരും ഒരു നിമിഷം ശാന്തമായ ദൈവത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഥാവ് ചോദിക്കുന്നു. നിന്റെ ഉള്ളിൽ യേശുവിനെ നീ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രതികൂല സാഹചര്യങ്ങൾ എതിരായിരുന്നപ്പോൾ തികച്ചും ഈ തീരുമാനം എടുത്താൽ തന്റെ ജീവിതം എന്നേക്കുമായി ഭൂമിയിൽ മാറ്റപ്പെടും എന്ന് അറിഞ്ഞിട്ടും തന്റെ ഹിതത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു മേരി, അത് നിമിത്തമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു മേരിയെ പോലെ ഇന്ന് രാത്രി എന്റെ കർത്താവ് ചിലരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എന്റെ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എന്റെ കർത്താവ് തന്റെ പരിശുദ്ധ ആത്മാവിനെ ചിലരെ അയക്കാൻ പോവുകയാണ്. ഇത് എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ഇന്ന് പരിശുദ്ധ ആത്മാവ് ചിലരുടെ ഉച്ചതലം മുതൽ ഭാഗം വരെ വ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആയിരിക്കുന്നതായ എല്ലാ ദൈവമക്കളും വാതുറന്ന്